ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ലുലു മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ കീശയിലെ പൈസ പോകുന്ന അറിയ പോലുമില്ല. അത്രയ്ക്കും വില കൂടിയ ഒരു ഐറ്റമാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. മനസ്സിലായി കാണും. ബോബോ കോഫിയാണ് ഞാനിപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, ലുലു മാളിൽ പോയവർക്ക് അറിയായിരിക്കും. അപ്പോൾ നമുക്കിത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ അസലായിട്ട് നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇത് കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പം ഇതാ കണ്ടില്ലേ, മുത്ത് പോലെ ഇങ്ങനെ കറങ്ങി കളിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക്, വളരെ എളുപ്പം ഞാൻ പറയുന്നില്ല, എന്നാലും ഇത്തിരി ക്ഷമയോടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ബോബോ കോഫി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് സാബുദാന എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ പായസത്തിനൊക്കെ ചേർക്കുന്ന സാധാരണ ചവ്വരി അത് തന്നെ. പിന്നെ 1 ടീസ്പൂണ് കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് ആവശ്യം. പക്ഷേ ഞാനിപ്പോൾ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ 2 രൂപയുടെ ഒരു പാക്കറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ ചവ്വരി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. എത്രത്തോളം ഫൈനായിട്ട് പൊടിക്കാൻ പറ്റും അത്രയും നന്നായിട്ട് നമുക്ക് ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം. അപ്പോൾ നല്ല പൗഡർ പോലെ നമുക്ക് പൊടിയില്ല, എന്നാലും ഈ ഒരു കണക്ക് നമുക്ക് കൊണ്ടുവരാം. ഇനി ഒരു പാൻ എടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം നമുക്കിപ്പോൾ ചേർത്തിട്ട് ഈ പൊടിച്ച സാബുദാന അതുപോലെ തന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ അടി പിടിക്കും കേട്ടോ. ഒരു സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് അടി പിടിച്ചു പോയി. പെട്ടെന്നൊന്ന് എടുത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. കാണിച്ചാൽ കപ്പയാണല്ലോ ചുവരി എന്ന് പറയുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് വെള്ളം അബ്സോർവ് ചെയ്യും, അങ്ങ് ഭയങ്കരമായിട്ട് കട്ടി പിടിക്കും. ഇനി ഒരു കണക്കിനൊന്ന് നമുക്കൊന്ന് പതിയെ ഒന്ന് ഇളക്കി ഇതൊന്ന് ആ വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കാൻ. അപ്പോൾ ഞാനിപ്പം 1/2 കപ്പ് വെള്ളം ചേർത്താണ് എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിൽ കൂടെ ഞാനിപ്പം പിന്നെ കോൺഫ്ലവറും പിന്നെ കൊക്കോ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നോക്കിയപ്പോൾ വീണ്ടും അബ്സോർപ്ഷൻ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഞാനിപ്പോൾ ചേർക്കുകയാണ്. അപ്പോൾ ഏകദേശം 1-1.5 കപ്പ് വെള്ളം നമുക്കിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇതിപ്പം ഞാനിപ്പോൾ എടുത്തിരിച്ചിരിക്കുന്ന അത്രയും ശർക്കര തന്നെ ചേർത്തിട്ടുണ്ട്. സാധാരണ ഇതിൽ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്രൗൺ ഷുഗർ ഇല്ലാത്തവർക്ക് ഒരു ഓപ്ഷനാണ് നമ്മുടെ ഈ ശർക്കര. അപ്പം ഞാനിപ്പോൾ ആ ഒരു പാക്കറ്റ് കോഫിയൂടെ ചേർത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ കൊക്കോയും കോഫിയായിട്ട് ഭയങ്കര ഒരു കോമ്പിനേഷനാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ കൊക്കോ ചേർക്കുമ്പോഴെല്ലാം ഒരു പാക്കറ്റ് ബ്രൂ കൂടെ ചേർക്കാറുണ്ട്. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു കോമ്പിനേഷൻ എൻഹാൻസ് ചെയ്ത് നിൽക്കും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഞാനിപ്പോൾ വീണ്ടും ശർക്കര കുറച്ചുകൂടെ ചേർത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് കൂടെ ശർക്കര ചേർത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ മധുരം കുറച്ച് കൂടി വേണം, അതുകൊണ്ടാണ്. അപ്പം നോക്കി നമുക്ക് മധുരം ആവശ്യത്തിന് തന്നെ ഇടാം. ഇപ്പോൾ ഇതെല്ലാം എനിക്ക് തികയുന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇതാക്കൊണ്ട് അടിയിലൊന്ന് കട്ട പിടിച്ചതാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്കിത് വീണ്ടും നമുക്കൊന്നുകൂടെയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് റെഡിയാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് പാനിൽ നിന്ന് അങ്ങ് ഉരുണ്ട് വരുന്ന രീതി വരെ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പം ഇതിലിപ്പം ഞാൻ ചവ്വരിയാണ് ചേർത്തത്. അപ്പോൾ ഇത് പല രീതിയിൽ നമുക്ക് ബോബോ ചെയ്തെടുക്കാം, അതിൻ്റെ പേൾസ് ചെയ്തെടുക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ ഒന്ന് കോൺഫ്ലവറും കൊക്കോയും കൂടെ ചേർത്ത് ചെയ്യാം. പിന്നെ സാബുദാന വെച്ച് മാത്രം ചെയ്യാം. പിന്നെ വെറും നമ്മൾ ചവ്വരി ഇങ്ങനെ ഒന്നും ചെയ്യാതെ വെറും ഡയറക്റ്റായിട്ട് ചവ്വരി വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് മെത്തേഡാണ്, ചവ്വരി പൊടിച്ചുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത കുറേ എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ ഇതിപ്പം ഞാനിപ്പം കോഫിയാണ് ചെയ്യുന്നത് കേട്ടോ, ടീ അല്ല, കോഫിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കോഫി പൗഡർ കൂടെ ചേർത്ത്, അതുകൊണ്ടാണ്, കോഫി ആയതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇതാ ഇപ്പോൾ ഈ ഒരു രീതിയിലോട്ട് ഇപ്പോൾ ഏകദേശം ഒന്ന് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ എന്നാലും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. നമുക്ക് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് മാക്സിമം ഒന്ന് ഇല്ലാണ്ടാക്കി എടുക്കണം, അതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഇല്ലെങ്കിൽ നമ്മൾ ഉരുട്ടുമ്പോഴത്തേക്കും നമുക്ക് കയ്യിലൊക്കെ വല്ലാണ്ടൊക്കെ ഒട്ടിപ്പിടിച്ച് നമുക്ക് ഉരുട്ടാൻ പറ്റാണ്ട് ഒരു വരും. അപ്പം എത്രത്തോളം നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം ഒന്ന് വെള്ളം ഒന്ന് വറ്റിച്ച് എടുക്കുക, അതേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ബാക്കി നമുക്ക് വെള്ളം ഒന്നും മാറ്റി കിട്ടുക, അത്രയേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കപ്പയാണ്, അപ്പോൾ കൈ നന്നായിട്ട് സ്റ്റിക്കാവും, എല്ലാത്തിനും സ്റ്റിക്കാവും. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കാൻ പറഞ്ഞത്. ഇതായിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഏകദേശം ഉരുണ്ട് വരുന്നുണ്ട്. ഇപ്പം തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഹാർഡായി കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒന്ന് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യുകയാണ്. ഇപ്പോൾ ഏകദേശം മതിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടിയിലൊക്കെ ഒന്ന് പിടിച്ചു തുടങ്ങി. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്യും. ഇനി നമുക്കൊന്ന് തണുക്കാനായിട്ട് ശകലം ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഒരു ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കണക്ക് ജെല്ലി പോലെ ഇരിപ്പുണ്ട് കേട്ടോ. ഈ ഒരു കണക്കിന് കട്ടായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് അതിൽ കോൺഫ്ലവറിൻ്റെ പുറത്താണ് ഒന്ന് ഇടേണ്ടത് കേട്ടോ. കോൺഫ്ലവറാണ് ഞാനിപ്പം ആ മാറ്റിൽ ഇട്ടിരിക്കുന്നത്. ഡയറക്റ്റായിട്ട് അതിൽ തന്നെ ഇടാം, എങ്കിൽ നമുക്ക്
ഉരുട്ടാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ മാവ് വെച്ച് ഇത് നമുക്ക് ഉരുട്ടാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ വല്ലാണ്ടങ്ങ് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. ഭയങ്കര ഇതിൻ്റെ ഒരു സ്വഭാവം വല്ലാത്തൊരു സ്വഭാവമാണ്. അപ്പം നമുക്ക് അത് പറഞ്ഞു കേൾക്കാത്തൊരു സ്വഭാവമാണ് കേട്ടോ. നമുക്ക് കയ്യിലൊന്നും കിട്ടില്ല, ഭയങ്കര സ്റ്റിക്കിയാണ്. നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആ മാവ് കൊണ്ട് തന്നെ എല്ലാം ഒന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉരുട്ടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ കോൺഫ്ലവർ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒന്ന് സ്മൂത്താക്കണം, അത്രയേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിപ്പം നല്ല ചൂട് മാറിയതിന് ശേഷമേ ഇത് ചെയ്യാവൂ. ഇല്ലെങ്കിൽ നമുക്കിത് ഈ രീതിയിലൊന്നും നമുക്ക് കിട്ടില്ല. നന്നായിട്ട് തണുത്തതിന് ശേഷം ഈ രീതി ചെയ്യാവൂ. ഇന്ന് ഞാൻ ജസ്റ്റ് അത് ആ മാറ്റിൽ വെച്ച് തന്നെ ചെയ്ത് ഉരുട്ടിയൊക്കെ എടുക്കുന്നുണ്ട്. ഒന്ന് മയപ്പെടുത്തുന്നതാണ്, അത്രയേ ഉള്ളൂ. സ്മൂത്തൻ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു കുറച്ച് ഭാഗം ഞാൻ ഉരുട്ടി നോക്കുകയാണ്, നമുക്ക് ഉരുട്ടാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പോൾ ഒന്ന് നോക്കട്ടെ, ഇതപ്പം പറ്റുന്നുണ്ട്, നമുക്ക് കൈ കൊണ്ട് നമുക്കൊന്ന് ഉരുട്ടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ നമ്മൾ വരട്ടിയെടുത്താൽ കറക്റ്റാണ്. അപ്പോൾ ഉരുട്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മതി. ഇതാണ് നമ്മുടെ ഒരു കണക്ക് തന്നെ. അപ്പോൾ ഇനി ഞാനിപ്പോൾ അത് കോൺഫ്ലവർ തന്നെ ഇടണം, ഇല്ലെങ്കിൽ ഇത് എല്ലാ സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഈ കോൺഫ്ലവർ തന്നെ പ്രധാനമായിട്ട് ഇതിൽ ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഒന്നും ഉരുട്ടാൻ എടുക്കുന്നില്ല, ഈ ഒരു പോർഷൻ മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. കുറച്ച് ഞാൻ ഇപ്പോഴത്തേക്ക് മാത്രം ഇത് ഉരുട്ടിയെടുക്കാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് മാത്രം ഈ ഒരു കുറച്ച് പോർഷൻ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. 2 ഗ്ലാസ്സിന് കണക്കിനെ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് ഉരുട്ടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എപ്പോഴും കോൺഫ്ലവർ കൈ ഒന്ന് മുക്കി തന്നെ ഇത് ഉരുട്ടണം, ഇല്ലെങ്കിൽ നമുക്ക് ഉരുട്ടാൻ കഴിയില്ല കേട്ടോ. പക്ഷേ നമുക്ക് മാവിൽ കൈ ഒന്ന് തൊട്ടിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് സൂപ്പറായിട്ട് തന്നെ ഉരുട്ടാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഉരുട്ടാൻ പറ്റും. അപ്പം ഇതിൻ്റെ നമ്മൾ വരട്ടിയെടുത്തത് കറക്റ്റാണെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി. ഇല്ലെങ്കിൽ നമുക്ക് ഉരുട്ടാൻ കഴിയില്ല, കയ്യിലൊക്കെ വല്ലാണ്ട് ഒട്ടിപ്പിടിച്ച് ഒന്നും ഉരുട്ടാൻ പറ്റില്ല കേട്ടോ. അപ്പം നമുക്ക് ഇത് കറക്റ്റാണ്. ഇതെല്ലാം ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് ക്ഷമയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വീട്ടിലാരെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കളിക്കാൻ വിളിക്കുമ്പോഴൊക്കെ കൂടെ ഇരുത്തി ഉരുട്ടാം. അപ്പം അതൊരു സമയം പോവും, കുട്ടികൾക്ക് അത് മൊബൈലിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സമയമായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ഈ ഒരു കണക്കിന് ഉരുട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഉരുട്ടിയെടുക്കാം കേട്ടോ. ഈ വലിയൊരു പോർഷൻ മാറ്റി വെച്ചത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ ആവശ്യമുള്ളപ്പോൾ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. തൽക്കാലം ഇപ്പോൾ ഇത് മാത്രമേ ഞാൻ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. എല്ലാം ഉരുട്ടിയെടുക്കട്ടെ. ഇനി ഇവിടെ കുറച്ച് വെള്ളം ഞാനിപ്പോൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളക്കട്ടെ. ഞാനിപ്പോൾ എടുത്ത പോർഷൻ അത്രയും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ കോൺഫ്ലവറിൽ തന്നെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. എന്നുവെച്ചാൽ അതിൽ നന്നായിട്ട് ആ കോൺഫ്ലവർ എല്ലാ ഭാഗത്തും പറ്റണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അതിങ്ങനെ ഉരുട്ടണ കയ്യിലൊക്കെ നല്ല സ്മൂത്തായിട്ടൊരു നല്ല രസമുണ്ട്, ചെയ്തുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട് അത്. ഞാൻ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കൈ മാറ്റാൻ തോന്നുന്നില്ല, നല്ല രസമുണ്ട് അത് ചെയ്യാനായിട്ട്. എന്തായാലും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സൈസിനാണ് ഇപ്പം പേൾസ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. സാധാരണ ഈ ഒരു സൈസിനാണ് സാധാരണ പേൾസ് കാണുന്നത് കേട്ടോ. ഇത് നമുക്ക് ഒരിടത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ ഒരു പാനിൽ ഞാനിപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കാരണം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ പാനിലിട്ടത് പോരാ, കുറച്ചുകൂടെ ഒന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരുന്നേ. ഈ ഒരു സമയം നമുക്ക് ഈ ബോബയുടെ പേൾസ് നമുക്കൊന്ന് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇപ്പോഴൊന്നും കൈ കൊണ്ടും ഇളക്കണ്ട, കുറച്ച് ഇത് വെന്ത ശേഷം മാത്രം നമുക്ക് സ്പൂണിട്ടൊന്ന് കറക്കിയാൽ മതി, ഇല്ലെങ്കിൽ എല്ലാം പൊടിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരട്ടെ കേട്ടോ. മേളിൽ പൊങ്ങി വരും, ഇത് വെന്തിട്ട് മേളിലോട്ട് പൊങ്ങി വരും. അപ്പോൾ അത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരുന്നുണ്ട്, വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കളറും മാറിയിട്ടുണ്ട്, വെള്ളത്തിൻ്റെ കളറും മാറിയിട്ടുണ്ട്. ഈ ഒരു കണക്കായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് ശകലം കൂടി നമുക്ക് ഒരു 2 മിനിറ്റ് കൂടെ ഇരിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇരുന്നോട്ടെ. ആ സമയം നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാറുണ്ട്. ഒരു ബൗളെടുക്കുക, അതിലേക്ക് 2-3 ഐസ് ക്യൂബ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഐസ് വാട്ടർ തന്നെ നമുക്ക് അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ ഇതിൽ നിന്ന് ബോബ പേൾസ് ഇതിലോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് മതിയാക്കാം, ഓഫ് ചെയ്യാം. ഇത് മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടോടെ തന്നെ അരിച്ചൊന്ന് നമുക്ക് മാറ്റാം കേട്ടോ. ഇതാണ് നമ്മുടെ ബോബ പേൾസ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഐസ് വാട്ടറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഇത് വീണ്ടും അത് ഇരുന്ന് വേകുന്ന ഒരു സ്റ്റേജിലോട്ട് പോകും. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഐസ് വാട്ടറിലോട്ട് ഇട്ടിരിക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റ് അതങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ. ഇനി ഇത് നമുക്ക് വീണ്ടും 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ വീണ്ടും അരിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ശരിക്കും ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബോബ പേൾസ് ഇതാണ് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടി കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം.
ഇനി നമുക്കൊരു കോഫി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു പാനിൽ ഒരു അര ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാരയും പിന്നെ ഈ ഒരു പാക്കറ്റ് നമ്മുടെ ബ്രൂവിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടല്ലോ 2 രൂപയുടെ, അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കാം. 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാമേ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ചിൽഡായിട്ടുള്ള 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ ബോബയും കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി സെറ്റിംഗ് മാത്രമേ ഉള്ളൂ. 2 ഗ്ലാസ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിൽ പകുതി ബോബ പേൾസ് ഇടാം, അടുത്ത ഗ്ലാസ്സിൽ അടുത്ത പകുതി ഇടാം. ഇനി ഈ നമ്മുടെ കോഫി ഉണ്ടല്ലോ അതും ചിൽഡായിട്ടിരിക്കുകയാണ്, അതും പകുതി ഓരോന്ന് ഒഴിക്കാം. ഇനി അതുപോലെ തന്നെ നമ്മുടെ പാല് അതും നല്ല ചിൽഡായിട്ടിരിക്കുകയാണ്, അതും പകുതി തന്നെ ഓരോന്നിലും പകുതി ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇപ്പം എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം. കോഫിയും പിന്നെ പാലുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒപ്പം ബോബയും കൂടെ ചേർത്ത് തന്നെ മിക്സ് ചെയ്യണം. അപ്പോൾ ഇതാ നമ്മുടെ ബോബ കോഫി റെഡി ആയിട്ടുണ്ട്. ടീ അല്ല, കോഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ ഇതിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് എല്ലാം ചിൽഡായിരിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നമുക്കെല്ലാം അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതായത് പിന്നെ ഇനി ഞാൻ കുറച്ച് ഗാർണിഷ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മൾ കോൾഡായിട്ടാണല്ലോ ഇത് യൂസ് ചെയ്യണം, ഹോട്ടായിട്ടല്ല. അതുകൊണ്ട് ഞാൻ ഇത്തിരി മാംഗോയുടെ ഐസ്ക്രീമാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത്. ഇത് ജസ്റ്റ് നമുക്കൊരു ഇത് ഫണ്ണായിട്ട് നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. അതിൻ്റെ രണ്ടിലും ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇത്തിരി ടൂട്ടി ഫ്രൂട്ടി ഇവിടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് നമുക്ക് കയ്യിലുണ്ടെങ്കിൽ ചെയ്താൽ മതി, വെറുതെ ഒരു ഗാർണിഷ് എന്നുള്ള രീതിയിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോബോ കോഫി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.